ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേൺ വോളിമർ ഇക്വേഷനെ കുറിച്ചാണ്. അപ്പം എന്താണ് സ്റ്റേൺ വോളിമർ ഇക്വേഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. സ്റ്റേൺ വോളിമർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ദി റേഷ്യോ ഓഫ് ക്വാണ്ടം ഈൽഡ് ഓഫ് ഫ്ലൂറസെൻസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് കൊഞ്ചർ ആൻഡ് ടു ദാറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് കൊഞ്ചർ. അതായത് ആബ്സെൻസ് ഓഫ് കൊഞ്ചറിൻ്റെയും അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് കൊഞ്ചറിൻ്റെയിലും ഫ്ലൂറസെൻസിൻ്റെ ക്വാണ്ടം ഈൽഡിൻ്റെ റേഷ്യോ ആണ് സ്റ്റേൺ വോളിമർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് കൊഞ്ചർ എന്ന് പറഞ്ഞാൽ 5 അതുപോലെ പ്രസൻസ് ഓഫ് കൊഞ്ചർ എന്ന് പറഞ്ഞാൽ 5F 50/5F. ഇതാണ് സ്റ്റേൺ വോളിമർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അപ്പോൾ നമുക്ക് എന്താണ് കൊഞ്ചിങ് എന്നുള്ളത് നോക്കാം. കൊഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the excited molecules are deactivated and the fluorescence stops and the phenomenon is called quenching. അതായത് എക്സൈറ്റഡ് മോളിക്യൂൾസ് ഡീആക്ടിവേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫ്ലൂറസെൻസ് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഫിനോമിനാണ് കൊഞ്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൊഞ്ചിങ്ങും ഉണ്ട്, എക്സ്റ്റേണൽ കൊഞ്ചിങ്ങും ഉണ്ട്. വെൻ ദി ആക്ടിവേറ്റഡ് മോളിക്യൂൾ അണ്ടർഗോ എ ചേഞ്ച് ഫ്രം എ സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ലോവർ എനർജി സിംഗ്ലറ്റ് ഓർ ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതായത് സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സിംഗ്ലറ്റ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആക്ടിവേറ്റഡ് മോളിക്യൂൾസിന് ഉണ്ടാകുന്ന ചേഞ്ചാണ് ഇൻറ്റേർണൽ കൊഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ കൊഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് കൊളോയിഡ് വിത്ത് അതർ മോളിക്യൂൾസ് ഓർ കൊഞ്ചർ. അതായത് ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് മറ്റു മോളിക്യൂൾസായിട്ടോ അല്ലെങ്കിൽ കൊഞ്ചറുമായിട്ടോ കൊളൈഡ് ചെയ്തിട്ട് ഈ എന്ത് ചെയ്യും, എക്സ്റ്റേണലി ആഡഡ് സ്പീഷീസുകൾ എന്ത് ചെയ്യും, അതിൻ്റെ ചാർജുകൾ ട്രാൻസ്ഫർ ചെയ്യും. വെൻ ദി എക്സ്റ്റേണൽ ആഡഡ് ഈസ് ആഡഡ് സ്പീഷീസ് ആൻഡ് ട്രാൻസ്ഫർ ദെയർ എനർജി ടു ദോസ് മോളിക്യൂൾസ്. ഇതാണ് എക്സ്റ്റേണൽ കൊഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പം കൊഞ്ചിങ് തന്നെ ഇൻറ്റേർണൽ കൊഞ്ചിങ്ങും ഉണ്ട്, എക്സ്റ്റേണൽ കൊഞ്ചിങ്ങും ഉണ്ട്. ഇൻറ്റേർണൽ കൊഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് ഉണ്ടാകുന്ന ചേഞ്ചാണ്. എക്സ്റ്റേണൽ കൊഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് മറ്റ് മോളിക്യൂൾസായിട്ട് അല്ലെങ്കിൽ കൊഞ്ചറുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് അതിൻ്റെ ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ കൊഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. A+H∼ എന്ന് പറഞ്ഞാൽ A സ്റ്റാർ ആണ്. അതായത് ആക്ടിവേഷൻ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് IA ആണ്. ഇനി A സ്റ്റാർ, അതായത് A സ്റ്റാർ എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് മോളിക്യൂൾ. A സ്റ്റാർ എന്ന് പറഞ്ഞാൽ A+H∼ ആണ്. അതായത് അവിടെ ഫ്ലൂറസെൻസ് ആണ് നടക്കുന്നത്. അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A സ്റ്റാർ ആണ്. ഇനി A സ്റ്റാർ അതായത് എക്സൈറ്റഡ് A+ ഹീറ്റ്, അതായത് ഇൻറ്റേർണൽ കൊഞ്ചിങ് ആണ് നടക്കുന്നത്. ലൈക്ക് IC-യും ISC-യും ജബ്ലോൺസ്കി ഡയഗ്രത്തിൽ നമുക്കറിയാം IC-യും ISC. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് KISC കോൺസെൻട്രേഷൻ ഓഫ് A സ്റ്റാർ പ്ലസ് KIC കോൺസെൻട്രേഷൻ ഓഫ് A സ്റ്റാർ ആണ്. ഇനി എക്സ്റ്റേണൽ കൊഞ്ചിങ് നടന്നു കഴിഞ്ഞാൽ A+Q ഗിവ്സ് A+Q'. അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് KQ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A സ്റ്റാർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Q. ഇനി സ്റ്റേഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റേഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ റേറ്റ് ഓഫ് ഫോർമേഷൻ A സ്റ്റാർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A സ്റ്റാർ ആണ്. അതായത് IA ഈക്വൽ ടു KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A സ്റ്റാർ പ്ലസ് KIC ഇൻറ്റു A സ്റ്റാർ പ്ലസ് KISC ഇൻറ്റു A സ്റ്റാർ പ്ലസ് KQ ഇൻറ്റു A സ്റ്റാർ ഇൻറ്റു Q കോൺസെൻട്രേഷൻ Q. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം A സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, IA ഡിവൈഡഡ് ബൈ KF പ്ലസ് KISC പ്ലസ് KIC പ്ലസ് KQ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് Q. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് A സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം ഫ്ലൂറസെൻസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A സ്റ്റാർ. A സ്റ്റാർ നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് ചെയ്യാം, KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A സ്റ്റാർ ഈസ് ഈക്വൽ ടു KF ഇൻറ്റു IA ഡിവൈഡഡ് ബൈ KF പ്ലസ് KISC പ്ലസ് KIC പ്ലസ് KQ ഓഫ് Q. ഇത് ഇക്വേഷൻ 2 ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, ഫ്ലൂറസെൻസിൻ്റെ അതായത് കൊഞ്ചറിൻ്റെ പ്രസൻസിൽ ഫ്ലൂറസെൻസിൻ്റെ ക്വാണ്ടം ഈൽഡും അതുപോലെ തന്നെ കൊഞ്ചറിൻ്റെ ആബ്സെൻസിൽ ഫ്ലൂറസെൻസിൻ്റെ ക്വാണ്ടം ഈൽഡും തമ്മിലുള്ള റേഷ്യോ ആണ് സ്റ്റേൺ വോളിമർ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പം ഇനി 5Fഉം 50യും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് പ്രസൻസ് ഓഫ് കൊഞ്ചറിൻ്റെ കണ്ടുപിടിക്കാം. 5F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ബൈ IA, അതായത് KF ബൈ KF പ്ലസ് KISC പ്ലസ്
കെ ഐ സി പ്ലസ് കെ ക്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ. ഇത് ഇക്വേഷൻ ഓഫ് 3 ആയിട്ട് എടുക്കാം. ഇനി ആബ്സെൻസ് ഓഫ് കൊഞ്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 എന്ന് പറഞ്ഞ് റേറ്റ് ബൈ ഐ എ തന്നെയാണ്. ആബ്സെൻസ് ആയതുകൊണ്ട് തന്നെ കെ ക്യൂ എന്ന് പറയുന്നത് അവിടെ 0 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 50 is equal to കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ ഡിവൈഡഡ് ബൈ കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ പ്ലസ് കെ ഐ സി ഓഫ് എ സ്റ്റാർ പ്ലസ് കെ ഐ സി പ്ലസ് എ സ്റ്റാർ. നമുക്ക് എ സ്റ്റാർ ഒക്കെ പോയി കഴിയുമ്പോൾ എന്ത് കിട്ടും, 50 എന്ന് പറയുന്നത് കെ എഫ് ബൈ കെ എഫ് പ്ലസ് കെ ഐ എസ് സി പ്ലസ് കെ ഐ സി. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, അത് ഇടാൻ വിട്ടുപോയതാണ്. ഇത് ഇക്വേഷൻ 4 ആയിട്ട് എടുക്കാം. അപ്പം ഇനി സ്റ്റേൺ വോളിമർ ഇക്വേഷൻ ഇതിൻ്റെ റേഷ്യോ, അതായത് 50/5F എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 3ഉം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 50/5F എന്ന് പറഞ്ഞാൽ കെ എഫ് പ്ലസ് കെ ഐ എസ് സി പ്ലസ് കെ ഐ സി പ്ലസ് കെ ക്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ ബൈ കെ എഫ് പ്ലസ് കെ ഐ എസ് സി പ്ലസ് കെ ഐ സി എന്ന് കിട്ടും. ഇതിനെ എന്ത് ചെയ്യാം, ദിസ് ഈക്വൽ ടു 1 പ്ലസ് കെ ക്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ ഡിവൈഡഡ് ബൈ കെ എഫ് പ്ലസ് കെ ഐ സി പ്ലസ് കെ ഐ സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ നമുക്ക് 1 ബൈ കെ എഫ് പ്ലസ് കെ ഐ എസ് സി പ്ലസ് കെ ഐ സിനെ ടോ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 50/5F എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് വരും, 1 പ്ലസ് ടോ 0 ഇൻറ്റു കെ ക്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ എന്ന് എഴുതാം. ഇതാണ് എന്ത്, സ്റ്റേൺ വോളിമർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സ്റ്റേൺ വോളിമർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 50/5F is equal to 1 പ്ലസ് ടോ 0 കെ ക്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ. ഇതാണ് സ്റ്റേൺ വോളിമർ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 50/5F എഗൈനിസ്റ്റ് ക്യൂ എന്നൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതായത് എക്സ് ആക്സിസിൽ ക്യൂ, വൈ ആക്സിസിൽ 50/5F, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടോ 0 ഇൻറ്റു കെ ക്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ക്യൂ ആയിരിക്കും. ഈ ഗ്രാഫിനെ സ്റ്റേൺ വോളിമർ പ്ലോട്ട് എന്ന് പറയാം. നമുക്ക് ഇത്രയേ ഉള്ളൂ സ്റ്റേൺ വോളിമർ ഇക്വേഷനെ കുറിച്ച് പറയാം. താങ്ക് യു.